എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയനയും ആദർശും കിരണും കൂടി സംസാരിക്കുന്നു. എങ്ങനെയെങ്കിലും എയിൻ ജ്വല്ലറി കടന്നുകൂടി അവിടുത്തെ രഹസ്യങ്ങൾ മൊത്തം ചോർത്തിയെടുക്കണം എന്ന് മൂന്നുപേരോട് തീരുമാനിക്കുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയർ വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് കിരണും കല്യാണിയും കൂടിയാണല്ലോ. അതുകൊണ്ട് അവർ മാക്സിമം കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം. അവിടുന്ന് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ കിട്ടുവാണെങ്കിൽ ചോർത്തിക്കോളാം എന്നും പറയുന്നുണ്ട്. ഏതായാലും പോകുന്നതിന് മുമ്പ് കിരൺ നയനോട് പറയുന്നുണ്ട്, കുഞ്ഞിനെ ശ്രദ്ധിച്ചോണം ഈ ഓട്ടത്തിനിടയ്ക്കെന്ന്. അന്നേരം അതൊക്കെ ശ്രദ്ധിച്ചോളാം, എങ്ങനെയെങ്കിലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ മതിയായിരുന്നു. ആദർശേട്ടന് ഒരു തവണയല്ല 2 തവണ അവർ ചതിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഇനി നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ നയനയും പറയുന്നുണ്ട്. ഏതായാലും എയിൻ ജ്വല്ലറിയുടെ കള്ളക്കളികൾ പൊളിക്കാൻ ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ച് കിരണും അവിടുന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയാണ്. ദേവയാനി ഫ്രണ്ടിൽ തന്നെ ഇരിപ്പണ്ടേ. അന്നേരം ജലജ പയ്യെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് ദേവയാനിയെ കാണുന്നത്. അടുത്ത പണി കിട്ടിയാലോ എന്നോർത്ത് നേരെ തിരിഞ്ഞങ്ങ് പോകുമ്പം, നിന്നേടി അവിടെ, നീ എന്താ എന്നെ കണ്ടപ്പോൾ തിരിഞ്ഞു പോണേ എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയും, അയ്യോ ഞാൻ ഏട്ടത്തെ കണ്ടുകൊണ്ട് തിരിഞ്ഞു പോയതല്ല, ഞാൻ അടുക്കളയിലേക്ക് പോകുമായിരുന്നു എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആകെ ടെൻഷനായി തുടങ്ങി. ഒരുത്തി മുറിയിൽ തുള്ളി ചാടി ഇരിപ്പുണ്ട്. അബി ആ കുഞ്ഞിനെയും കൊണ്ട് പുറത്തു പോയില്ലേ, ചന്തുമോളെയും കൊണ്ട്, അത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, അതോർത്ത് നീ പേടിക്കണ്ട, എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ നേരിടാനുള്ള കള്ളത്തരവും കുബുദ്ധിയും ഒക്കെ നിൻ്റെ മോൻ്റെ നാവിലുണ്ടാവും. അതുപോലെ നീയും കുറഞ്ഞ പുള്ളിയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അബി കുഞ്ഞിനെ കൊണ്ട് കയറി വരുവേ. അപ്പം കൊച്ചി ഛർദ്ദിച്ചതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റിയായിരുന്നു. അന്നേരം ജലജ, അയ്യോ ഇവിടുന്ന് പോയപ്പോൾ ഉള്ള ഡ്രസ്സ് അല്ലല്ലോ ചന്തുമോൾ ഇട്ടേക്കുന്നേ എന്ന് പറയുക. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അവനോട് ഞാൻ കുഞ്ഞിന് ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് അവൻ ചെയ്ത ഔദാര്യമായിരിക്കും അത് എന്നിങ്ങനെ പറയുക. അടുത്ത് വന്ന് നിന്ന് കഴിയുമ്പം ചോദിക്കുന്നുണ്ട് ഈ ഡ്രസ്സിൻ്റെ കാര്യം. അന്നേരം അബി പറയുന്നുണ്ട്, മോൾക്ക് ഞാൻ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുത്തായിരുന്നു, അതെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി വരുന്നപ്പം മോള് ഒമിറ്റ് ചെയ്തു, ആകെ ഡ്രസ്സിലൊക്കെ ആയതുകൊണ്ട് അത് മാറ്റി ഞാൻ ഒരു പുതിയ ഡ്രസ്സ് മേടിച്ച് കൊടുത്തതാണ് എന്ന് പറയും. എന്നിട്ട് ജലജയോട് പറയും, അമ്മ ഇനി കുറച്ച് നേരം അമ്മ കുഞ്ഞിനെ നോക്കുമെന്ന്. അന്നേരം പിന്നെ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, അവളെ കുളിപ്പിക്കാതെ ഇനി എൻ്റെ കയ്യിലോട്ട് തരുവേ വേണ്ട എന്നിങ്ങനെ പറയുമ്പം, അതെന്താ നിനക്ക് എടുത്താലേ, എടുക്കടി കുഞ്ഞിനെ എന്ന് പറയുവാണ് ദേവേനി. വേറെ നിവൃത്തിയില്ലാതെ ജലജ കുഞ്ഞിനെ എടുക്കും. എന്നിട്ട് ജലജ പറയുക, ചില പിള്ളേർ എങ്ങനെയാണ് ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ആർത്തിയ, ഈ കൊച്ചിന് പ്രത്യേകിച്ച് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, നീ നിൻ്റെ കാര്യം പറയണ്ട, കുഞ്ഞിന് അങ്ങനെ ആർത്തിയൊന്നുമില്ല, അതിനെ നിർബന്ധിച്ച് തിരിച്ച് കാണും, ഇഷ്ടമില്ലാത്ത ഭക്ഷണം, അതുകൊണ്ടാണ് അത് ഛർദ്ദിച്ചത് എന്ന് പറയുമ്പം അബി പറയുന്നുണ്ട്, ഇല്ല ഞാൻ നല്ല ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണമാണ് മേടിച്ചു കൊടുത്തത്, കുറച്ച് കൂടുതൽ കഴിച്ചു, അതുകൊണ്ടായിരിക്കും ഛർദ്ദിച്ചത് എന്ന് പറയും. അന്നേരം മോള് പറയും, ഞാനിന്ന് അച്ഛനെയും അമ്മയും കണ്ടായിരുന്നു എന്ന്. അന്നേരം ദേവേനി ചോദിക്കും, നീ കുഞ്ഞിനെയും കൊണ്ട് ആദർശൻ്റെ അടുത്ത് പോയോ എന്ന്. അന്നേരം അബി പറയും, ഇല്ല, ഞങ്ങൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് അവരെ കണ്ടത്, ആ സമയത്ത് ആ മോൾ ഒമിറ്റ് ചെയ്തത്, അങ്ങനെ സംസാരിച്ചതാണ് എന്ന് പറയും. അന്നേരം ജലജയോട് ദേവേനി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഏതായാലും നീ പോയി കുഞ്ഞിനെ കുളിപ്പിച്ച് റെഡിയാക്കുക, അതിൻ്റെ ഛർദ്ദിച്ച സ്മെല്ലൊക്കെ പോട്ടെ എന്ന് പറയും. ജലജ കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് പോകുന്നതിന് മുമ്പ് അബി നോക്കി ദഹിപ്പിച്ചിട്ടാട്ടോ പോകുന്നത്, കാരണം ഇതൊക്കെ ചെയ്യേണ്ടി വന്നത് അബി കാരണമാണല്ലോ, അതുകൊണ്ട്. ഏതായാലും ജലജ അങ്ങ് പോയി കഴിയുമ്പം അബി ദേവയാനിയോട് പറയുവാണ്, ഞാനിന്ന് പുറത്ത് വെച്ച് ഏട്ടനെയും ഏട്ടത്തെയും കണ്ടപ്പം അവരോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു, അവരില്ലാത്തതുകൊണ്ട് ഈ വീട് ആകെ ഉറങ്ങിപ്പോയ ഒരവസ്ഥയിലാണ്, അതും ഞാൻ അവരോട് പറഞ്ഞു എന്ന് പറയുമ്പം ദേവയാനി ചോദിക്കും, അങ്ങനെയുള്ള വിചാരമൊക്കെ നിനക്കുണ്ടോ, നിനക്ക് അവരിവിടെ ഉള്ളത് ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, അങ്ങനെയൊന്നുമില്ല, അവരില്ലാത്തതിൻ്റെ ഒരുപാട് കുറവ് ഈ വീട്ടിലുണ്ട് എന്ന് പറയും. അന്നേരം ദേവയാനി പറയും, നിൻ്റെ മനസ്സെന്താണ് എന്ന് എനിക്കറിയാം, ഏതായാലും നിന്നെ കാത്ത് ഒരുത്തി മുറിയിലിരിപ്പുണ്ട്, നീ അങ്ങോട്ട് ചെല്ലുക എന്ന് പറയുക. അന്നേരം അബി, ഞാനിപ്പോൾ അങ്ങോട്ട് ചെന്നാൽ ശരിയാകിയല്ല, അവൾ ഏതവസ്ഥയിലാണെന്ന് അറിയത്തില്ല, ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്നെ അവൾ വലിച്ചു കീറും, അതുകൊണ്ട് അവളൊന്ന് തണുത്തിട്ട് ഞാൻ അങ്ങോട്ട് പൊയ്ക്കോളാം എന്ന് പറയുമ്പം ദേവേനെ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവിടെ ചെന്നാലും അവളോട് പറയാനുള്ള കള്ളത്തരമൊക്കെ നിൻ്റെ നാവിൽ കാണുമല്ലോ, അതുകൊണ്ട് നീ ഒളിച്ചു നടക്കുമൊന്നും വേണ്ട, അവളുടെ മുന്നിലേക്ക് ചെല്ലുന്നത് തന്നെയാണ് നല്ലത്, കയറി ചെല്ലട എന്ന് പറയുവാണ്. അന്നേരം ആകെ വിഷമിച്ച് വേറെ നിവൃത്തിയില്ലാണ്ട് അബി അങ്ങോട്ട് കയറി പോവാം. അന്നേരം അബി മനസ്സിൽ ഓർക്കുന്നുണ്ട്, രാക്ഷസി എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഞാനിപ്പോൾ കൺമുമ്പിൽ കാണുവാണ് എന്ന്. അബി അങ്ങ് കയറിപ്പോയി കഴിയുമ്പം ദേവേനി മനസ്സിൽ ഓർക്കുന്നുണ്ട്, നിനക്ക് ഞാൻ മനസ്സമാധാനം തരികയില്ല എന്ന്. അബി പതിയെ റൂമിലോട്ട് കയറി ചെല്ലുവാണ്. അവിടെ നല്ല ദേഷ്യത്തിലിരിപ്പുണ്ട് നവ്യ. പയ്യെ കയറി ചെന്ന് നവ്യയെ എന്ന് വിളിക്കുന്നത് ചാടി എന്നിട്ടിട്ട്, നീ വന്നോ, നീ ആ പെങ്കൊച്ചിനെ കൊണ്ട് ഇവിടുന്ന് പോയത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല, ഞാൻ പുറകെ വന്ന് വിളിച്ചിട്ട് നീ കേൾക്കാത്തതുപോലെ പോയി, അതെന്തിനാടാ, അത് നിൻ്റെ കൊച്ചാണോ എന്ന് ചോദിക്കും. അതിനിങ്ങനെ പേടിച്ച് നിൽക്കുവാണേ. ഞാൻ ചോദിച്ചു കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പം, നീ എന്നെ വന്ന് വിളിച്ചത് ഞാൻ കേട്ടില്ല നവ്യ, അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോകുമോ എന്ന് ചോദിക്കും. അന്നേരം നവ്യ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, ഭർത്താവാണ് എന്നൊന്നും ഞാൻ നോക്കിയല്ല, ഒരെണ്ണം കാരണം തീർത്ത്
എടുത്തങ്ങ് തരും. നീ കേട്ടിട്ടും കേൾക്കാത്തതുപോലെ പോയതാന്ന് എനിക്ക് അറിയാം. എന്തിനാ നീ ആ കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോയതാ, അതെനിക്കിപ്പോൾ അറിയണമെന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, ഏട്ടനും ഏട്ടത്തി ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ആ കുഞ്ഞിന് ഭയങ്കര വിഷമമാണെന്ന് തോന്നുന്നു, അതിന് സങ്കടം കണ്ടിട്ട് ഞാൻ അതിനെ കൊണ്ടൊന്ന് പുറത്ത് പോയതാ എന്ന് പറയുമ്പം ആ കുഞ്ഞിനെ നോക്കാൻ അതിൻ്റെ അച്ഛനുണ്ട്. നീ ഒരുപാട് വിഷമിക്കൊന്നും വേണ്ട, ദേ കിടക്കുന്നു നിൻ്റെ സ്വന്തം കുഞ്ഞ്, അതിനെ പുറത്ത് കൊണ്ടുപോകണമെന്ന് നിനക്ക് ഇതുവരെ തോന്നിയില്ലല്ലോ, അതെന്താ എന്നൊക്കെ ചോദിക്കും. അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുവാണ് അഭി. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, എൻ്റെ അവസ്ഥ നിനക്ക് അറിയാലോ എന്ന്. അന്നേരം നവ്യ പറയും, നിൻ്റെ അവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ടാണല്ലോ നിന്നോട് ഞാൻ പറഞ്ഞത് നിനക്ക് AN ജ്വല്ലറിയിൽ ഒരു ജോലി ഞാൻ മേടിച്ച് തരാമെന്ന്. അപ്പോൾ ആ പ്രശ്നം അങ്ങ് തീരില്ലേ എന്ന് ചോദിക്കും. അന്നേരം അഭി പറയുന്നുണ്ട്, അത് നമ്മുടെ എതിരാളികളുടെ ജ്വല്ലറി അല്ലേ എന്ന്. അന്നേരം നവ്യ, എതിരാളികളുടെ ജ്വല്ലറിയാണ്, അതിനെന്താ കുഴപ്പം, നിന്നെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് അവർ പുറത്താക്കിയത് കൊണ്ടല്ലേ, നിനക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗം വേണ്ടേ, അല്ലാതെ മൂർത്തി ജ്വല്ലറിയുടെ ട്രസ്റ്റിൽ നീ അംഗമാണ് എന്ന് കരുതി എന്നും അവരുടെ ഔദാര്യത്തിൽ ജീവിക്കാൻ പറ്റുമോ, അതുകൊണ്ട് നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മൾ ചെയ്യും, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയും. എന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, നീ ഇന്ന് ആ പെങ്കൊച്ചിനെയും കൊണ്ട് പുറത്തു പോയല്ലോ, നിൻ്റെ കുഞ്ഞും ഈ നാടൊക്കെ ചുറ്റിക്കണ്ട് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പിന്നെ എനിക്കും ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്, നിൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് കരുതി നീ വിഷമിക്കുകയൊന്നും വേണ്ട, കുഞ്ഞിനെ എടുക്കുക, നമുക്ക് പുറത്ത് പോകാം എന്ന് പറയുവാണ്. വേറെ നിവൃത്തിയില്ലാതെ അഭി കുഞ്ഞിനെ എടുക്കുന്നു. അത് കഴിഞ്ഞ് അവർ താഴേക്ക് വരുമ്പോൾ അവിടെ ദേവയാനി ഇരിപ്പുണ്ടല്ലോ. ദേവയാനി കാണുന്നതേ അഭിക്ക് പേടിയായി തുടങ്ങും. കാരണം ദേഷ്യം വന്നിട്ട് ദേവയാനി വല്ലതും വിളിച്ചു പറഞ്ഞാൽ അഭിയുടെ കാര്യം പോയില്ലേ, അതുകൊണ്ട് ഇങ്ങനെ പേടിച്ച് ഇറങ്ങി വരുന്നേ. വന്നു കഴിയുമ്പം ദേവേനെ ചോദിക്കും, നീ എവിടെ പോവാടാ എന്ന്. അന്നേരം ഞാൻ നവ്യനെയും കുഞ്ഞിനെയും കൊണ്ടൊന്ന് പുറത്ത് പോകുക അമ്മായി എന്ന് പറയുമ്പം, നീ ഇപ്പോൾ പുറത്ത് പോയിട്ട് വന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. അന്നേരം നവ്യ, അതെന്താ പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ എങ്കിൽ പിന്നെ പുറത്തേക്ക് പോകാൻ പറ്റത്തില്ലേ, അവൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഒന്നും പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു കുഴപ്പമില്ല ഭാര്യയും കുഞ്ഞിനെയും പുറത്ത് കൊണ്ടുപോകുന്നതിന്, പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും കടമകൾ മറന്നു പോകരുത് എന്ന് പറയും. അന്നേരം നവ്യ ദേഷ്യപ്പെട്ട് ചോദിക്കും, അവൻ്റെ കടമ എന്നതാ, ഇവിടെ ഇരിക്കുന്ന ആ ചന്തുമോളെ പുറത്ത് കൊണ്ടുപോകുന്നതാണോ, അത് അവൻ്റെ കുഞ്ഞൊന്നും അല്ലല്ലോ, ആദർശേട്ടൻ്റെ കുഞ്ഞില്ലേ, അപ്പോൾ ആ കുഞ്ഞിനെ നോക്കേണ്ട കടമ ആദർശേട്ടനായിരുന്നു, അല്ലാതെ അഭിക്കല്ല എന്ന് പറയുമ്പം ദേവയാനി പുച്ഛത്തോടു കൂടി പറയുന്നുണ്ട്, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല നവ്യേ, കാരണം ഈ വീട്ടിൽ ബുദ്ധി ഉറയ്ക്കാത്ത ഒരേ ഒരാളുള്ളൂ, അത് നീയാണ്. ശകലമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നീ മനസ്സിലാക്കിയേനെ. അങ്ങനെ നീ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കും. കുറഞ്ഞ പക്ഷം എൻ്റെ മോനും നിൻ്റെ അനിയത്തിയും എന്താണ് എന്നെങ്കിലും നിനക്ക് മനസ്സിലായേനെ എന്ന് പറയും. അന്തേക്കും നവ്യ, അവരെന്താണ് എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, പ്രത്യേകിച്ച് എൻ്റെ അനിയത്തിയെ എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങളുടെ മോൻ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയും കണ്ടിട്ടും അതെന്താണ് എന്ന് അറിഞ്ഞിട്ടും അയാളെ സപ്പോർട്ട് ചെയ്ത് അയാളെ പൂജിച്ച് അയാളുടെ പുറകെ നടക്കുന്ന അവളുടെ കാല് കഴുകി വെള്ളം കുടിക്കണം നിങ്ങൾ, അതാ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പം ദേഷ്യം വരുന്നുണ്ട് ദേവയാനിക്ക്. എന്നിട്ട് ദേവയാനി ഇങ്ങനെ പിടിച്ചു നിൽക്കുവാണ്. ഇത്രയൊക്കെ പറഞ്ഞ് തുള്ളി ചാടി അങ്ങ് പോകും നവ്യ. പോയി കഴിയുമ്പോഴേക്കും അഭി ദേവയാനിയുടെ അടുത്ത് വന്നിട്ട്, എൻ്റെ പൊന്നമ്മായി എല്ലാം വിളിച്ച് പറയല്ലേ എന്ന് പറയുവാണ്. അത്രയും പറഞ്ഞിട്ട് അവരങ്ങ് പോയി കഴിയുമ്പം ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, നീ പോടാ, ഏതായാലും മനസ്സമാധാനത്തോടെ ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല എന്ന് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ദേവേനെ. പിന്നെ ആദർശിനെ കാണിക്കുന്നുണ്ട്. ആദർശ് ഒരു സിംഗിൻ്റെ വേഷമൊക്കെ കെട്ടി AN ജ്വല്ലറിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. വേഷമൊക്കെ കെട്ടി വന്നതിന് ശേഷം ഒരു കണ്ണാടിയും കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നയന. കണ്ണാടി ഊരിയേക്കരുത് എന്ന് പറയുന്നുണ്ട്. കണ്ണൊക്കെ കാണുമ്പം തിരിച്ചറിഞ്ഞാലോ എന്ന് ഓർത്തായിരിക്കും. ഏതായാലും ഒരു കുഞ്ഞുണ്ട് കവളിയിലൂടെ വയ്ക്കായിരുന്നു, നമ്മുടെ പഴയ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ. ഏതായാലും ഒരു സിംഗിൻ്റെ വേഷവും ഒരു താടിയും ഒരു തൊപ്പിയൊക്കെ വെച്ച് കണ്ണാടിയും വെച്ച് AN ജ്വല്ലറിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ആദർശ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവിടെ ചെന്ന് അവിടുത്തെ രഹസ്യങ്ങളൊക്കെ ഊറ്റിയെടുക്കണം. അവർക്ക് വലിയൊരു ഓഫറുമായിട്ടായിരിക്കും ആദർശ് ചെല്ലുന്നത്. അപ്പോൾ അവർക്ക് ഇനിയും ഓഹരി വിപണിയിൽ കുതിച്ചു ചാടാനുള്ള അവസരം ആ ഓഫറിലുണ്ടാവും. അതുകൊണ്ട് അവർ ഈ ഡീല് വെക്കാൻ വേണ്ടി എന്നോട് സംസാരിക്കും. അങ്ങനെ 2-3 പ്രാവശ്യം അവിടെ പോയി സംസാരിക്കുന്ന സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങളുണ്ടെങ്കിൽ അത് ചോർത്തിയെടുക്കാം. അയാളോട് സംസാരിക്കുന്നതിനിടയിൽ എന്തെങ്കിലും അയാളുടെ വായിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ അതും കിട്ടും. അങ്ങനെ എങ്ങനെയെങ്കിലും AN ജ്വല്ലറിയിലെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് വരാമെന്ന് ആദർശ് പറയുന്നു. അങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്ത് നയനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, എന്നെ 2 തവണ ചതിച്ചതും AN ജ്വല്ലറിയിലെ ആൾക്കാരാണ്. അവർ എന്നെ അല്ല ടാർഗറ്റ് ചെയ്യുന്നത്, അവർക്ക് ദേഷ്യം മൊത്തം മുത്തശ്ശനോടാണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം മുത്തശ്ശൻ ഒരു കാർക്കശ്യക്കാരനായിരുന്നു. സ്വന്തം കൊച്ചുമാനോട് പോലും ക്ഷമിക്കാത്ത മുത്തശ്ശൻ മറ്റുള്ളവരോട് ക്ഷമിക്കുകയല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള ആരെങ്കിലും മുത്തശ്ശനെ ടാർഗറ്റ് ചെയ്യുന്നതാണോ എന്നെനിക്ക് സംശയമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും AN ജ്വല്ലറിയിലേക്ക് സിംഗിൻ്റെ വേഷമൊക്കെ കെട്ടി ആദർശ് പോകുന്നതും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.